ലോക തൊഴിലാളി ദിനത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം സമരമിരിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനമായി വാഴ്ത്തപ്പെട്ട ആശാ വർക്കേഴ്സ്. ഇപ്പോൾ 80 ദിവസമായിരിക്കുന്നു അവർ സമരം തുടങ്ങിയിട്ട്. സർക്കാർ ഇന്ന് ഈ ദിവസം വരെ അനുഭാവപൂർവ്വം ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അടുത്ത ഘട്ട സമരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ആശാ വർക്കേഴ്സ്. ഇന്ന് മെയ് ദിനമായിട്ട് അവർ സമരപരിപാടികൾ ഘടിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 10-ന് കുറച്ചധികം സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയ സമരം ഭരണകൂടം പോലും അത്രയേറെ ഗൗരവത്തിൽ കണ്ടിരുന്നില്ലെന്ന് മാത്രമല്ല, സമരത്തോടുണ്ടായിരുന്നത് കടുത്ത അവഗണന. മാസങ്ങൾ കടന്ന് ഇന്ന് 80-ാം ദിവസത്തിലും ആശാവർക്കർമാർ സമരമിരിക്കുകയാണ്. സമരമുറകൾ പലത് കണ്ടു. തൊഴിലാളി നയങ്ങൾ പലയാവർത്തി പറഞ്ഞ് അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മുന്നിൽ ഈ സ്ത്രീകൾക്ക് വീണ്ടും കണ്ണുനീര് പൊഴിക്കേണ്ടി വരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സ്ത്രീകൾ ഇത്രയധികം ഒരു സമരം നടത്തി കാണത്തില്ല. ഞങ്ങളുടെ സമരത്തിന് അങ്ങനെ ഒരു നേട്ടമുണ്ട്. നമ്മുടെ ഈ സമരം കൊണ്ട് കേരളത്തിൻ്റെ മിക്ക സ്റ്റേറ്റുകളിലും ആശമാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ജോലിയെക്കുറിച്ചും ഒരു ഉണർന്നിട്ടുണ്ട്. പലതരത്തിലുള്ള മനുഷ്യസ്നേഹികളും സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും നാനാതുറയിലുള്ള ആൾക്കാർ ഇടപെട്ടിട്ട് പോലും ഈ ഒരു സമരം നീണ്ടുപോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട്. ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എടുക്കാവുന്നൊരു തീരുമാനത്തിനെയാണ് ഇത്രയും വലിച്ചിഴക്കപ്പെടുന്നത്. പിന്നെയും ആശമാർ സമരമാർഗങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു. അടുത്ത ഘട്ടം സംസ്ഥാനമുടനീളമുള്ള രാപ്പകൽ സമരയാത്ര. മെയ് ദിനമാണ്, ഞങ്ങളും ആഘോഷിക്കുന്നുണ്ട് മെയ് ദിനത്തോടൊപ്പം ഞങ്ങളുടെ എല്ലാ ജില്ലകളിലേക്കുമുള്ള നമ്മുടെ സമരപ്പന്തലിൻ്റെ ജില്ലാ വ്യാപകമായിട്ട് തന്നെ ജില്ലകൾ തോറും നമ്മുടെ സംസ്ഥാനമാകെ വ്യാപിപ്പിച്ചുകൊണ്ട് ആശമാരുടെ ഒരു രാപ്പകൽ സമരയാത്ര ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് മെയ് 5-ന് കാസർഗോഡ് നിന്ന് തിരികെ ജൂൺ 17-ന് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ തിരികെ എത്തുന്ന രീതിയിലാണ് അത് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ നൽകുക, വിരമിക്കലാനുകൂല്യം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നതാണ് ആശാവർക്കർമാരുടെ ആവശ്യം. സർക്കാർ പലതവണ ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ പ്രശ്നപരിഹാരം എന്ന പോംവഴിയിലേക്ക് മാത്രം ഇതുവരെ എത്തിയിട്ടില്ല. സർക്കാർ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ലെന്ന് തോന്നിയേക്കാം. സംഘടിച്ച് ശക്തരായ തൊഴിലാളി വർഗത്തിന്റെ ചരിത്രമോർക്കുമ്പോൾ ഈ സ്ത്രീകളെക്കുറിച്ച് കൂടി പറയണം. ഏത് സാമ്പത്തിക പ്രതിസന്ധിയിലും ഇവരെ ഇങ്ങനെ തെരുവിലിരുത്തരുതെന്ന് തോന്നാനുള്ള മനസാക്ഷിയെങ്കിലും ജനപക്ഷ സർക്കാരിന് ആവശ്യമായുണ്ട്. 24 തിരുവനന്തപുരം.